ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ആദ്യത്തെ ചാനലിനൊരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്ന് അത് മാറ്റി ഞങ്ങളിപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങിക്കാണ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമുക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ പോലെ. പക്ഷേ അതിൽ നമുക്ക് ആരും അങ്ങനെ അധികം പേരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലൂടെ ഞാൻ അനൗൺസ് ചെയ്യുകയാണ്, നമുക്ക് ഇത് സെക്കൻഡ് ചാനലാണ്. അപ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞങ്ങൾ കഴിഞ്ഞ മാസം നമ്മുടെ ബോച്ചയുടെ നമ്മുടെ ടോഡി ഷോപ്പിൽ പോയതാണ്. എറണാകുളത്തുള്ള ടോഡി ഷോപ്പിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് പോയതാണ്. അന്നേരം എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. നിങ്ങളിൽ കുറേ പേരൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരിക്കാം. നമുക്ക് ആദ്യം പോയപ്പോൾ ഒരു ചെറിയൊരു കൗതുകം തോന്നി. പ്രത്യേകിച്ച് ടോഡി ഷോപ്പ് ആകുമ്പോൾ അവിടുത്തെ കറികളുടെ ടേസ്റ്റൊക്കെ നമുക്ക് വേറെ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള കാരണം ഇവിടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കണ്ടിടത്തോളം എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഫിഷിങ്ങിനും ബോട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. ഒരു ചെറിയൊരു പപ്പ് പോലെയാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് തന്നെ സേഫായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ മാത്രമായിട്ട് അവർ അത് വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ബിലുള്ള പോലെ മ്യൂസിക്കും ഡാൻസ് ചെയ്യാനുള്ള ഏരിയയും ഒക്കെ സെപ്പറേറ്റ് അവരാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു വിശപ്പിലാണ് അങ്ങോട്ട് എത്തിയത്. നമ്മൾ ടോഡി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ സാധാ കള്ള്, നമ്മുടെ തെങ്ങിൻ കള്ള് തന്നെയാണ് ആദ്യം പറഞ്ഞത്. കൂടെ നമ്മൾ കല്ലുമ്മക്കായ, അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഒരു ഫിംഗർ പോലെ, ഫ്രൈഡ് ഫിംഗർ പോലെ കുട്ടികൾക്ക് സ്റ്റാർട്ടർ പോലെ എടുത്തായിരുന്നു കേട്ടോ. ഇവിടത്തെ കണ്ട ഊഞ്ഞാൽ, അങ്ങനെ കുറേ കളിക്കാനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ കപ്പയും മീൻ കറിയും കൂടി പറഞ്ഞു. പ്രോൺസിൻ്റെ ഒരു ഫ്രൈ പോലെ സ്റ്റാർട്ടർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫിഷ് ഫില്ലറ്റ് പോലത്തെ ഒരു ചെറിയൊരു പ്രോൺസിൻ്റെ തന്നെ വേറൊരു ഇതും കൂടി പറഞ്ഞായിരുന്നു. കുട്ടികൾക്ക് പിന്നെ സൂപ്പ് വേണമെന്ന് പറഞ്ഞ് അവർക്ക് സൂപ്പ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ സ്റ്റാർട്ടർ മാത്രമാണ് നമ്മൾ കഴിച്ചത്. ബോട്ടിങ് നടത്താനായിട്ട് അന്ന് നമുക്ക് അവിടെ ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബോട്ടിങ് ചെയ്യാൻ പറ്റിയില്ല. ഫിഷിങ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. മക്കളവിടെ ഊഞ്ഞാലാടിയും കുറേ നേരമൊക്കെ കളിക്കാനായിട്ട് പോയിരുന്നു. അവർക്ക് എന്തായാലും തീരെ ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഹോട്ടലിൽ പോയാൽ നമ്മൾ കസേരയിൽ പിടിച്ചിരുത്തി അവരെ ഒരിക്കലും വിടാണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഫുൾ ഫ്രീഡം എന്തായാലും നമ്മൾ കൊടുത്തു. എന്നുവെച്ചാൽ അത്രയും ഒരു സേഫ്റ്റി ആയിട്ട് നമുക്ക് തോന്നി. പുറത്തേക്ക് അങ്ങനെ ഓടിപ്പോകാനുള്ള ഇതുകളൊന്നും കണ്ടിരുന്നില്ല. ഇതാണ് ഞാൻ അടുത്ത് പറഞ്ഞത്, പ്രോൺസിൻ്റെ തന്നെ അടുത്ത ഡിഷ്. ഇത് കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതാണ് കേട്ടോ, വലിയ ചെമ്പല്ലിയുടെ തവ ഫ്രൈ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പോർഷന് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൈസും ഉണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെയല്ലല്ലോ ഇങ്ങനത്തെ ഒരു പബ്ബിലോ അല്ലെങ്കിൽ ടോഡി ഷോപ്പിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. എങ്കിലും അതിനുള്ള ടേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ മുയലുകളും കോഴികളും അങ്ങനത്തെ പിള്ളേർക്ക് കൗതുകകരമായ കാഴ്ചകൾ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഫാമിലിയായിട്ട് ഒരു ദിവസം അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്